ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത്. അങ്ങനെ അധികവും ഞാൻ എൻ്റെ വീഡിയോസ് ഇടാറില്ല. കുഞ്ഞുങ്ങളുടെ കുറേ വീഡിയോസും കാര്യങ്ങളും മാത്രമേ ഇടാറുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ഇടാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ ചാനലിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് അപ്ലോഡും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓൾറെഡി ഈ ചാനൽ തുടങ്ങി 2021 തുടങ്ങിയിട്ട് ഞാൻ ഇന്ന് വരെ അങ്ങനെ അത്ര വലിയ വീഡിയോസ് എനിക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം, അത്ര വലിയ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഇയർ ലാസ്റ്റ് ഓഗസ്റ്റ് തൊട്ടാണ് ഇത്രയും റീച്ചായിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഓൾറെഡി പുതിയതായിട്ട് ഒരാൾക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് കാര്യങ്ങളൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനും പിന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കുറേ എങ്ങനെയാണെന്ന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാം ചാനൽ ഇതാവണം എങ്കിൽ നമുക്കിപ്പോൾ 1000 സബ്സ്ക്രൈബർ വേണം, പിന്നെ അത് കൂടാതെ നമ്മൾ 4000 വാച്ച് അവർ, പിന്നെ 10 മില്യൺ വ്യൂസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചാനൽ ഇട്ട് അപ്പോൾ നമ്മൾ ഇത്രയും കവർ ചെയ്യാൻ പെട്ടെന്ന് പറ്റുമെന്നായിരിക്കും ആദ്യം ഒരാൾക്കറിയാം. അത് ഏറ്റവും വലിയ പാടുള്ള കാര്യമാണെന്ന് നമുക്കും അറിയാം. ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവരെയും നല്ല നല്ല കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. കുറേയൊക്കെ ചെയ്തിട്ട് കുറേ പകുതി കിട്ടി പോയവരും ഒക്കെ ഉണ്ട്. ചിലവർ കണ്ടിന്യൂസ് ചെയ്ത് അത് എത്തിച്ച് സക്സസ് ആയവരും ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാനിങ്ങനെ വ്യൂസ് ഓഗസ്റ്റ് തൊട്ടിട്ട് നല്ല വ്യൂസൊക്കെ ആയി വരുമായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബർ ഓൾറെഡി 1000 കംപ്ലീറ്റ് ചെയ്ത് 1000 മുകളിലായി. പക്ഷേ നമ്മൾ വാച്ച് അവറും ഇതും വ്യൂസും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ. അപ്പം എനിക്ക് അല്ലാതെ അത് കൂടെ നമ്മൾ ഷോർട്ട് റീൽസിനകത്ത് ഇത്ര മതിയെന്നും പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇപ്പം അറിഞ്ഞ കാര്യം, അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ട് അവർക്കും അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, വേറെ ഒന്നുകൊണ്ടല്ല. അപ്പം വ്യൂസിൻ്റെ കാര്യത്തിൽ 3 മാസമാണ് അവർ കൊടുത്തിരിക്കുന്നത് ടൈമിങ്. ആ ടൈമിങ് കഴിഞ്ഞ് നമുക്കിങ്ങനെ കുറഞ്ഞ് വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അറിയത്തില്ല എങ്ങനെയാണ് ഈ കുറഞ്ഞ് വരുന്നത് അല്ല എങ്ങനെയാണ് അത് കൂടുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്ക് ഇത്ര വ്യൂസ് ആയതിന് ശേഷം അതിൻ്റെ കുറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ വേണ്ട. അപ്പോൾ പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും, പഴയ ആൾക്കാർക്ക് ഓൾറെഡി അറിയാം, പുതിയ ആൾക്കാർക്ക് ഉപകാരമാകുന്നെങ്കിൽ ആകട്ടെ. ഇപ്പം നമ്മൾ ഇങ്ങനെ വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂസ് കുറഞ്ഞു വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് അവേഴ്സ് നമുക്ക് 365 ഡേയ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആകെപ്പാട് തന്നിരിക്കുന്ന വ്യൂസ് 3 മാസമാണ്. അപ്പോൾ 3 മാസമുണ്ടെങ്കിൽ നമുക്ക് അത്ര റീച്ചാണ്. അത്രയും നല്ല കണ്ടന്റ് ഉള്ളവർക്ക് അത്രയൊക്കെ റീച്ചാക്കി എടുക്കാൻ പറ്റും. ചെറിയ ഇപ്പോൾ ഞാനൊക്കെ ഇടുന്ന വെച്ചാൽ കുട്ടികളുടെ ഓരോന്നും വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത്രയും വലിയ കണ്ടന്റ്സ് റീച്ചും കാര്യങ്ങളൊന്നും എനിക്കും കിട്ടാറില്ല. എന്നാൽ ചില വീഡിയോസൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസംബർ 7 എന്ന് വെച്ചോ, ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്തു. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ നമ്മളെ 3 മാസം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ കൂട്ടുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ 3 മാസം ആകുമ്പോൾ അവരെന്ത് ചെയ്യുക, ആ ടൈമിൽ ഇന്ന് ഇട്ട വീഡിയോ ആ ദിവസമാകുമ്പോൾ ആ കിട്ടിയ വീഡിയോയുടെ കുറേ വ്യൂസ് കട്ട് ചെയ്ത് കളഞ്ഞാണ് പോകുന്നത്. പിന്നെ നമുക്ക് പിന്നെ കിട്ടുന്ന വ്യൂസ് ഇത് കുറച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 മാസം ആകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചല്ല, നമ്മുടെ 3 മാസം ആവുന്ന വീഡിയോയുടെ ഇത് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റേത് വെച്ചിട്ട് യൂട്യൂബിലെ സ്റ്റുഡിയോ നോക്കി ഞാൻ കണ്ടുപിടിച്ചൊരിതാണ്. ഞാൻ ചെയ്തിരുന്ന സമയത്ത് 3 മന്ത് ആയ വീഡിയോസിൻ്റെയൊക്കെ കുറേ വ്യൂസും അവർ ഓൾറെഡി കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന വ്യൂസൊക്കെ കയറിയാലും അത് ഇതിലെ കൗണ്ടിങ്ങിൽ അത് കറക്റ്റ് വരുന്നില്ല. കുറച്ച് സമയത്ത് ഇമ്പ്രൂവ് ആവും, കുറച്ച് സമയത്ത് കുറഞ്ഞുമാണ് വരുന്നത്. അങ്ങനെയാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്, എങ്കിലും നമുക്ക് വിചാരിച്ചാൽ അത് റീച്ചിലെത്തിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഞാനിവിടെ പകുതിക്ക് പോകുന്നില്ല, ഞാനത് ചെയ്യുന്നുണ്ട്. കുഞ്ഞിൻ്റെ കാര്യങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പുതിയതായിട്ട് വരുന്നവർ മനസ്സിലാക്കാം 3 മാസം ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയില്ല. ആ 3 മാസം ആകുമ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ കുറച്ച് കുറഞ്ഞു. ഞാൻ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഏകദേശം ഒരു 2 weeks ആയിട്ട് എൻ്റെ ഇങ്ങനെ കുറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെക്ക് ചെയ്തു കാര്യങ്ങൾ നോക്കി അനലൈസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കിയത് നമ്മൾ നേരത്തെ ഏത് വീഡിയോ ആണോ 3 മന്ത് കംപ്ലീറ്റ് ചെയ്തത് ആ വീഡിയോയുടെ വ്യൂസാണ് കുറഞ്ഞു വരുന്നത്. പിന്നെ നമുക്കത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം, വീണ്ടും നമുക്കത് ഹൈലൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് നല്ല രീതിയിൽ വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്കത് അപ്പാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം 1-2 വീഡിയോ, ഇപ്പം നമ്മളെപ്പോലെ ചെറിയ യൂട്യൂബ് ചാനലുകാരാണെങ്കിൽ നമുക്ക് 1-2 വീഡിയോ ഇട്ടാലൊന്നും നമുക്കത് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. നല്ലപോലെ റീച്ചുള്ള ഒരു ചാനലാണെങ്കിൽ അവർക്കത് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എളുപ്പം. പക്ഷെ നമുക്ക് റീച്ചില്ലാത്തൊക്കെ ചെറിയ ചാനലുകൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം നല്ലപോലെ കണ്ടിന്യൂസ് നമ്മൾ വീഡിയോസ് ഇട്ട് എന്നാൽ മാത്രമേ നമുക്കത് വ്യൂസ് അനലൈസ് ചെയ്ത് സ്റ്റുഡിയോ നോക്കി നമ്മളത് കയറുന്നുണ്ടോ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആ വ്യൂസ് മേക്കപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഏകദേശം
ഈ പോയ വ്യൂസിനെ നമ്മൾ പുതിയ വ്യൂസ് ഇട്ട് ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇഷ്ടമായെങ്കിൽ സ്വീകരിക്കാം. ഓക്കെ, താങ്ക് യു.